നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 267 267. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 21-ാം അധ്യായം. 21-ാം അധ്യായം ശ്ലോകം 6 നമുക്കിനി പറയേണ്ടത്. അത് മൈത്രേയ ഉവാച. മൈത്രേയർ വിതുരരോട് പറയുന്ന കൂട്ടത്തിൽ ആണ് കഥ. പ്രജാസൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിതാ സരസ്വത്യാം തപസ്തേപേ സഹസ്രാണാം സമാദശ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ജ്ഞാനാദൈശ്വര്യ സമ്പന്നനായ കർദമൻ, അതായത് കർദമ പ്രജാപതി ജ്ഞാനം എല്ലാവിധ ഐശ്വര്യം കൊണ്ടും സമ്പന്നനായിട്ടുള്ളവൻ, പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് ബ്രഹ്മാവിനാൽ പറയപ്പെട്ടവനായിട്ട് 10,000 സംവത്സരം സരസ്വതി നദീ തീരത്തിൽ തപസ് ചെയ്തു. എന്തിനാ പ്രജാസൃഷ്ടി ചെയ്യുമ്പോൾ തപസ് ചെയ്യണത്? അത് വലിയൊരു ഉദ്ദേശം ഉണ്ടാവില്ല. ഉണ്ടാവുന്ന പ്രജകൾക്ക് സ്വസ്തി, സമാധാനം, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവണം. തപസ് എല്ലാറ്റിനും മുമ്പ് തപസ് വേണം. ഇപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിഞ്ഞ് 32 വർഷം പരമശിവനെ തപസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? പുത്രോൽപത്തി, പ്രദ്യുപ്നൻ ഉണ്ടായത്. അതിൻ്റെ കഥകൾ പലതുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്കും ലൗകികാവസ്ഥയിലും എല്ലാ യുവമിഥുനങ്ങൾക്കും ഒരു പാഠമാണ്. എന്താ പാഠം? വിവാഹാനന്തരം ഈശ്വരാർപ്പണമായിട്ടുള്ള സത്കർമ്മങ്ങൾ ധാരാളം ചെയ്തതിൻ്റെ ശേഷം വേണം സഹശയനം, കുട്ടികളുണ്ടാവുക എന്നുള്ളത്. എന്നാൽ ആ കുട്ടികളെ ഓട്ടിസം ഇല്ലാതെ കണ്ടും അംഗവൈകല്യം ഇല്ലാതെ കണ്ടും നാളെ അവരെ സത്പ്രജകളായി തീരാനും ദുഷ്പ്രേരണകൾ ഇല്ലാതെ കണ്ട് ഇപ്പോഴത്തെ കൂട്ടത്തിലുള്ള കഞ്ചാവ് വിൽപ്പനയും എന്തൊക്കെയോ ചില കെമിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ കമ്പിപ്പാര കൊണ്ട് തല്ലുക, അല്ലെങ്കിൽ ചുട്ടി കൊണ്ട് അടിക്കുക. അങ്ങനെ ഒന്നും ഇല്ലാതെ കണ്ട് കുടുംബത്തിനും നാടിനും ഐശ്വര്യമുള്ള മക്കളുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ കുറവാണ് ഇന്ന് എല്ലാറ്റിലും നമ്മൾ കാണുന്നത്. അപ്പോൾ തപസ് ചെയ്തു എന്ന് പറയാനാണ് അതൊക്കെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊക്കെ വേണം. അല്ലാണ്ട് അടിച്ചു പൊളിക്കാനുള്ളതല്ല ജീവിതം. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ വാക്കന്നെ ശരിയില്ല, അടിച്ചു പൊളിക്കുക. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ഇപ്രകാരം വിതുരർ ചെയ്ത ചോദ്യം കേട്ട മൈത്രേയ മഹർഷി കർദമന് ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കുന്നതിനും കാരണമായ തപശ്ചര്യയെ പറയുന്നു. ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിക്കുകയെന്ന് പറഞ്ഞതിനെ കേട്ട ജ്ഞാനാദൈശ്വര്യം തികഞ്ഞ കർദമൻ, ജ്ഞാനവും ഐശ്വര്യങ്ങളും തികഞ്ഞ കർദമൻ സരസ്വതി നദിയുടെ തീരത്തിൽ 10,000 സംവത്സരം തപസ് ചെയ്തു. 7-ാമത്തെ ശ്ലോകം. തത സമാധിയുക്തേന ക്രിയായോഗേന കർദമാ സംപ്രപേതേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം. വലിയ വാക്കുകളാണ്, അല്ല ആശയങ്ങളാണ് വരുന്നത്. അനന്തരം കർദമൻ സമാധിയോടുകൂടിയ ക്രിയായോഗം കൊണ്ട്, സമാധി എന്ന് പറഞ്ഞാൽ എന്താ? സമാധി എന്ന് പറഞ്ഞാൽ ഭക്തനും ഭഗവാനും ഭക്തിയും ഒന്നായിട്ട് ചേരുക. അപ്പോൾ
സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ല, വ്യക്തി ഇല്ല അവിടെ. ആത്മാവ് പരമാത്മാവിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ശരീരം ചിലപ്പോൾ ദ്രവിച്ചു എന്ന് വരും, ചതപ്പുറ്റു വന്നു എന്ന് വരും, അറിയില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ നേരാവണത്? തപസ്സിൻ്റെ അന്തിമഘട്ടത്തിൽ ആരെ ഉദ്ദേശിച്ച് തപസ് ചെയ്യണു? അവർ വരദാനം ചെയ്യുന്നതോടുകൂടി ശരീരം പുഷ്ടിപ്പെടുകയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിയായോഗം കൊണ്ടും സമാധിയോടുകൂടിയ ക്രിയായോഗം കൊണ്ടും ഭക്തി കൊണ്ടും ആശ്രിതന്മാർക്ക് അഭീഷ്ടം നൽകുന്ന ഒരാൾ അച്ഛനായി വിചാരിക്കുക. ആൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അമ്മയെ സംരക്ഷിക്കുക, അതിലുണ്ടാവുന്ന കുട്ടികളെ സംരക്ഷിക്കുക. പ്രശ്നമുണ്ടോ? അപ്പോൾ ആശ്രിതന്മാർക്ക് അഭീഷ്ടം നൽകുന്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരാളെ ആശ്രയിച്ചാൽ, ഇപ്പോൾ 1913 സബ്സ്ക്രൈബേഴ്സായിട്ടേ ഉള്ളൂ എനിക്ക്, 4.5 കൊല്ലം ആയിട്ടും. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ, ഇപ്പോൾ 1-2 ആൾക്കാരെ എപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരൊരു കമൻ്റ് ഇടും. എന്താ, ഈ കാലഘട്ടത്തിന് ഈ തരം അറിവുകൾ അത്യാവശ്യമാണ്. വേറെ ചിലവർ പറയും ഗുരുകുല വിദ്യാഭ്യാസം പോലെ ഇത് എല്ലാവർക്കും പാഠ്യവിഷയമാക്കിയാലേ ഇന്നത്തെ സമൂഹം നന്നാവുള്ളൂ. അങ്ങയ്ക്ക് നമസ്കാരം. അപ്പോൾ എനിക്കല്ല നമസ്കാരം, ഇറ്റ് ഗോസ് ടു മൈ ഗുരുജി. ആരെ? ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ളയ്ക്ക്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല ആധ്യാത്മിക ഫീൽഡിൽ. പറഞ്ഞു മനസ്സിലുണ്ടോ? അപ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ അഭിവന്ദ്യ പിതാവ് ശ്രീ രംഗയ്യർ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നാലും അത് ഇഗ്നീറ്റ് ചെയ്ത് തന്നത് ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ളയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്മരിക്കണം. അപ്പോൾ എനിക്കിതിൽ ഒരു ആക്റ്റും ഇല്ല. ഭഗവാൻ എന്നെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗിച്ചു, അതിലെനിക്ക് സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. ചട്ടുകം പദാർത്ഥം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ചട്ടുകം കഴുകി വെക്കലായി, പിന്നെ ചട്ടുകത്തിന് പ്രസക്തി ഇല്ല. അപ്പോൾ എനിക്ക് എന്താ ഉള്ളൂ, എൻ്റെ ഗുരുനാഥനെ നമസ്കരിച്ചതിൻ്റെ ഫലം ഞാൻ നിങ്ങൾക്ക് എത്തിക്കണം. അപ്പോൾ നിങ്ങളുടെ നമസ്കാരം എനിക്കുള്ളതല്ല, അത് അദ്ദേഹത്തിനുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്താ, ആശ്രിതന്മാർക്ക് അഭീഷ്ടം നൽകുന്ന ഹരി വിഷ്ണുവിനെ സേവിച്ചു എന്നാ. അപ്പോൾ നിങ്ങൾ എന്നെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനെ, ഭാഗവത ഭക്തദാസൻ്റെ സബ്ജക്റ്റ് ഭാഗവതാണ്. അത് നാരായണ ജപ മഹാത്മ്യാണെങ്കിലും ശരി, മൂലാണെങ്കിലും ശരി, ശ്രീകൃഷ്ണ കഥാമൃതാണെങ്കിലും ശരി, ഭാഗവതാണ് സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് എന്താ അതിൽ ഇത്ര താല്പര്യം? ഞാനത് റിവിഷൻ ചെയ്യുക. എനിക്ക് ദിവസേന പരീക്ഷയാണ്. ഏതാ പരീക്ഷ? നിങ്ങളെ അഭിസംബോധന ചെയ്യുക എന്നുള്ള പരീക്ഷ. എനിക്ക് എത്ര വല്ലായ്മ ഉണ്ടെങ്കിലും ഞാനൊരു 10 മിനിറ്റെങ്കിലും പറഞ്ഞാൽ ഒപ്പിക്കും, ഉറക്കം തൂങ്ങിയാലും ശരി. കാരണം പ്രായം, പിന്നെ നമുക്ക് പബ്ലിക്കിനോടുള്ള, ഇപ്പോൾ നാട്ടിൽ അമ്പലത്തിലെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗസ്റ്റ്, അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്കും എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ ഇതൊന്നും ഒഴിവാവില്ല ഞാൻ. ഇപ്പം നാളെ 11-ാം തീയതിക്ക് എയർ ചെയ്യണത്, അല്ല 11 തീയതി 9, 10, 11, 12-ാം തീയതിക്ക് എയർ ചെയ്യണത്. ഞാൻ ഇന്ന് രാത്രി ഒരു 8:15 നിങ്ങളോട് അതായത് ഇന്ന് ബുധനാഴ്ച 8:15 വൈകുന്നേരം. അപ്പോൾ ചെറുതായിട്ടൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായി. മഴ പെയ്തില്ല, സാരില്ല. അപ്പോൾ മിസ് ചോദിച്ചു, ഇന്ന് ഇപ്പം ഇത്ര ലേറ്റായിട്ട് എന്തിനാ? അതൊരു അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്, തപസ്സിൻ്റെ ഭാഗമാണ്. അനുഷ്ഠാനം നമ്മൾ ചെയ്യാനുള്ളത് കുറച്ച് നേരത്തിനെങ്കിലും ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അനന്തരം കേവല തപസ് കൊണ്ട് ഭഗവത് പ്രസാദം ലഭിപ്പാൻ. തപസ് എന്തിനാ? ഭഗവത് പ്രസാദം ലഭിപ്പാൻ പ്രയാസമെന്നറിഞ്ഞ കർദ്ധമൻ. അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. കൂടുതൽ ആൾക്കാർ ഇതിൽ ആകൃഷ്ടരാവാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഭഗവാന്റെ പ്രസാദത്തിന് സമയമായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഭഗവാനിൽ ഉറപ്പിച്ചതായ സമാധി യോഗത്തോടുകൂടെ പൂജാ നമസ്കാര സ്തോത്രാദികളോടുകൂടിയ പൂജ വേണം, നമസ്കാരം വേണം, സ്തോത്രാദികൾ ഉരുവിടണം. അല്ലാണ്ട് എനിക്കെന്തെങ്കിലും വേണം എന്നല്ല ഭഗവാനോട് അപേക്ഷിക്കല്ല വേണ്ടത്. ഭഗവാനെ സ്തുതിക്കുക,
അപ്പോൾ ഒരാളെ സ്തുതിച്ചാൽ അയാൾ സന്തോഷമായാൽ അയാൾ പിന്നെ നമ്മുടെ എല്ലാ കാര്യവും നോക്കുന്നുള്ളത് ഒരു ട്രിക്കാണ്. മനസ്സിലായില്ലേ? ഒരു സൂത്രമാണത്. ഭഗവാന്റെ സന്തോഷത്തിന് നമ്മൾ പാത്രീഭൂതരായാൽ പിന്നെ ഭഗവാൻ നമ്മുടെ കാലിലൊരു മുള്ളു കുത്താൻ സമ്മതിക്കില്ല. അതിപ്പോൾ എന്നെ ക്ലോസ് ആംഗിളിൽ അറിയണവർക്ക് അറിയാം. ഞാൻ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളെ, ഒന്നും എനിക്ക് ഹൈഡ് ചെയ്യാനില്ല. അപ്പോൾ സ്വസ്ത്രാദികളോടുകൂടിയ കർമ്മയോഗത്തെയും പരമപ്രേമ ലക്ഷണയായ ഭക്തിയോഗത്തെയും, ഈ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? പരമപ്രേമ ലക്ഷണയായ ഭക്തിയോഗത്തെയും ഉപയോഗിച്ചുകൊണ്ട് ആശ്രിതന്മാർക്ക് അഭീഷ്ടവരപ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെ സേവിച്ചു. ശ്രീഹരിയെ സേവിച്ചത് വെറുതെ ആവില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് 1000 പ്രാവശ്യം ആണയിട്ട് പറയാം. ആണയിട്ടിട്ട് ഞാനൊക്കെ ഒരു ആസ്ട്രിയായിട്ട് പോകേണ്ട ജന്മമാണ്. കാരണം 21 വയസ്സിൽ അച്ഛൻ മരിക്കുകയാണ്. പിന്നെ എൻ്റെ സഹോദരൻ ബോംബെയിൽ നിന്ന് അയക്കുന്ന 200 രൂപ കൊണ്ട് ഞങ്ങൾ 4 മക്കളും നാട്ടിൽ ജീവിക്കണം. ഇത് ഞാൻ പറഞ്ഞത് വെൽ ബിഫോർ 75-ത്തെ കാര്യമാണ് പറഞ്ഞത്. 74-ലാണ് അച്ഛൻ മരിക്കണത്. അപ്പോൾ 73-ൽ ഈ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ദേവസ്വം ക്ഷേത്രം ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് സറണ്ടർ ചെയ്തതിൻ്റെ ശേഷം എൻ്റെ ചെറിയച്ഛൻ്റെ മക്കൾ താല്പര്യം എടുത്തിട്ട് എൻ്റെ അച്ഛനെ ബോംബെക്ക് കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം ബോംബെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകുന്ന സമയത്ത് എൻ്റെ മേലുള്ള ജ്യേഷ്ഠന് ചെറിയൊരു ഉറക്കച്ചവിട്, അതായത് ഉറക്കം ശരിക്കും വരില്ല, കണ്ണടച്ചാൽ സ്വപ്നം കാണും, പേടി സ്വപ്നം കാണും. അപ്പോൾ അച്ഛൻ അതിനൊരു മന്ത്രമൊക്കെ എഴുതി കൊടുത്ത് ഉറക്കെ 101 നാരായണ വിരലിൽ എണ്ണി ജപിക്കുക, പിന്നെ എണ്ണാണ്ട് ജപിക്കുക. അപ്പോൾ എന്താ ചുരുക്കി പറഞ്ഞാൽ 4 അക്ഷരം നാരായണ 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 ജപിക്കുന്ന ഒരാൾക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. ആ കത്ത് ഞാൻ ഇന്നും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. 73-ൽ എഴുതിയ കത്ത് ഒരു പ്ലാസ്റ്റിക് ഫോൾഡറിൽ ഇട്ടിട്ട് ഞാൻ ഒരു നിധി കാക്കണ കൂട്ടത്തിൽ കാത്തുന്നതാണ്. എന്തെങ്കിലും ഒരു സപ്രഷൻ മനസ്സിന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അകാരണമായിട്ട് നമ്മളെ ഒന്ന് നോണ്ടേ കുറ്റപ്പെടുത്തുക ചെയ്താൽ ആരും അറിയാണ്ട് ഞാൻ ആ ലെറ്റർ ഒന്ന് വായിക്കും. അതെനിക്കൊരു എനർജറ്റിക് ആവുന്നൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡ് പറയുമ്പോഴും ശ്രീ ഗുരുഭ്യോ നമാന്ന് കഴിഞ്ഞാൽ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന് ഒരു മന്ത്രദൃഷ്ടാവാക്കി. അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനെ ബഹുമാനിക്കുക, മാതാപിതാ ഗുരു ദൈവം, പിന്നെ എല്ലാവരെയും സ്നേഹിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ വലുതാണ് സ്നേഹിക്കുക എന്നുള്ളത്. കൊടുത്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് സ്നേഹം വാരി കോരി കൊടുക്കുക. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടാതെ ഇരിക്കുക. കാരണം എന്താ? തിരിച്ചു കിട്ടിയാൽ അത് ക്രയവിക്രയായി. ബാലൻസ് ഷീറ്റിൽ അല്ലേ നമുക്ക് ധാരാളം റെസ്പെക്റ്റ് കിട്ടി. അങ്ങനെയല്ല, ഗീവ് റെസ്പെക്റ്റ് കൊടുക്കാനുള്ളതാ, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എനിക്ക് ഒരു ഗ്രൂപ്പിൽ ഞാനൊരു ഹാജർ പറയും. അപ്പോൾ ഞാൻ ആ വ്യക്തിനെ കണ്ടിട്ടില്ല, ഒരു ലേഡി അഡ്മിനിസ്ട്രേറ്റർ, ചേട്ടായി നമസ്കാരം എന്ന് എഴുതി. ഞാൻ ഇറ്റ് വാസ് എ ത്രിൽ. നമ്മുടെ പ്രേരണയില്ലാണ്ട് ചേട്ടായി, ചേട്ടാ നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളെ ഞാൻ ഒരുപാട് ആൾക്കാരെ ചേച്ചി ചേച്ചി എന്ന് ശരിക്കുള്ള അർത്ഥത്തിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാം കൊടുത്തു പഠിക്കുക. കൊടുക്കണയിൽ ആകൃഷ്ടനാവക്ക് എത്ര മടക്കി കിട്ടിയെന്നുള്ളത് അന്വേഷിക്കരുത്. അപ്പോൾ ഭഗവാനെ സേവിക്കുന്നത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അഭീഷ്ടവരപ്രദാനം ചെയ്യുന്ന ശ്രീഹരിയെ സേവിച്ചു. അത് വെറുതെ ആവില്ല. ഇനി 8ാമത്തെ ശ്ലോകം. താവൽ പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷാകൃതേ യുഗേ
ദർശയാമാസ തം ക്ഷത്താ ശാബ്ദം ബ്രഹ്മ ദധദ്വഭൂ. അതിൻ്റെ വാക്കാർത്ഥം പറയാം. കൃതയുഗത്തിൽ അത്രകാലം സന്തുഷ്ടനായ മഹാവിഷ്ണു ശബ്ദത്താൽ, ശബ്ദം എന്നുള്ളതിന് അർത്ഥം അവിടെ വേദം എന്നാണ്. കാരണം എഴുതിയിട്ടല്ല പഠിച്ചായിരുന്നു പണ്ടത്തെ കാലത്ത്, പറഞ്ഞ് കേട്ടത് പഠിക്കുക. ശബ്ദം ഗുരുമുഖത്തിൽ നിന്ന് സശ്രദ്ധം കേട്ട് പഠിക്കുക. പ്രതിപാദിക്കപ്പെടുന്ന സച്ചിദാനന്ദ ശരീരത്തെ ധരിച്ചവനായിട്ട് അവനെക്കുറിച്ച് കർദമന് ഹേ വിതുര തൻ്റെ ശരീരം കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ദർശനം കൊടുത്തു എന്ന്. 1000 സംവത്സരം തപസ് ചെയ്തപ്പോൾ. അപ്പോൾ തപസ് ചെയ്യാത്തവർക്ക് ഈശ്വരനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കാരണം നിരന്തരം എണ്ണധാര പോലെ ഭക്തിമാർഗത്തിൽ ഈശ്വരനെ ധ്യാനിക്കാനാണ് പറഞ്ഞത്, പൂജിക്കാനല്ല പറഞ്ഞത്. ധ്യാനിക്കുക. കേശാദിപാദം പാദാദി കേശം. പിന്നെ കുറച്ചുകൂടി ഉയരുമ്പോൾ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. എല്ലാ ജീവജാലങ്ങളിലും ഒരു തേജോപുഞ്ചുണ്ട്. എല്ലാവരെയും മനസ്സുകൊണ്ട് അഭിവാദ്യം ചെയ്യുക, മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അപ്പോൾ ബ്രഹ്മസ്വരൂപമായിട്ട് ഈ ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും എത്ര ആളെ ഹൃദയം കൊണ്ട് നമസ്കരിക്കണു, അത്രയും ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുള്ളതല്ല, ഞാൻ ഫ്രീ ആണ്. എന്തിനാ? ഇമാജിൻ ചെയ്യാൻ. ഇതൊരു 10,000 ആൾക്കാർ ദിവസേന കേൾക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ 10,000 ആൾക്കാരെയും ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കണു എന്ന് പറയുമ്പോൾ എനിക്ക് ഓരോ ദിവസം എന്താ കിട്ടുന്നത്? 10,000 ആൾക്കാരുടെ അനുഭവം. അതായത് അതാണ് ഈ സായൂജ്യം, സാമീപ്യം, സാലോക്യം എന്നൊക്കെ പറയുന്നത്. എന്താ? ഭക്തന്മാരുടെ കോൺഗ്ലോമറേഷൻ, ഭക്തന്മാരുടെ സത്സംഗം. ഇതിപ്പോൾ സത്സംഗമാണ് നടക്കുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, മനസ്സിൽ ഞാൻ 10,000 ആൾക്കാരെ ദിവസേന കാണുക. ചിലപ്പോൾ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ അത് ലക്ഷമാക്കും. എനിക്കെന്താ? പൂജ്യം കൂട്ടണം, അത്രയേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്ന ഭഗവാൻ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എത്ര പൂജ്യം കൂട്ടിയാലും എനിക്ക് പേടിയില്ല. ഒരു കോടിയാവും. ഈ അനന്തകോടി നമസ്കാരം എന്നൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? അങ്ങനെയാണ്. പ്രശ്നയോ? അപ്പം ഇവിടെ കൃതയുഗം എന്ന് പേർ പറയപ്പെടുന്നതായ ആ കാലത്തിൽ 10,000 സംവത്സരം തപസ് ചെയ്തപ്പോൾ, 1000 അല്ല കേട്ടോ, 10,000 സംവത്സരം, അതും ഡിവൈൻ ഇയേഴ്സ് എന്നൊക്കെ വേണം പറയാൻ. കടാക്ഷമാത്രത്താൽ ഭഗവാൻ അവിടെ ഇരുന്നിട്ട് നോക്കിയാൽ മതി, നമ്മുടെ എല്ലാ വ്യാധികളും പോയി കിട്ടും. അപ്പോൾ കടാക്ഷമാത്രത്താൽ ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും തീർത്ത്, അതായത് നോക്കൂ, സന്താപങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഗ്രഹം കിട്ടില്ല നമുക്ക്. അപ്പോൾ ഭഗവാൻ ആദ്യം ഹരി എന്ന ശബ്ദത്തിന് ഉടമയാവുക കാരണം സന്താപങ്ങളെ ഹരിക്കും, പിന്നെ അനുഗ്രഹിക്കും. അപ്പോഴാണ് നമ്മൾക്ക് മേലും കൈയൊക്കെ ഒരു വരയുണ്ടാവും, ഗദ്ഗതം വരും, ആനന്ദക്കണ്ണീര് വരും, വിചാരിക്കാതെ കണ്ട് മക്കളൊക്കെ നന്നായി എന്നുള്ള ഗുഡ് ന്യൂസ് നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതോദ്ദേശം എന്താ? നമ്മളിൽ നിന്നുണ്ടായ മക്കളെ നന്നായി തീരുക അല്ലേ? അപ്പോൾ അവർക്ക് അച്ഛനോടും അമ്മയോടുള്ള പ്രതിപത്തി സ്നേഹമാണെന്നും അച്ഛനും അമ്മയും, എൻ്റെ മിസ്സീസ് കുറച്ച് ഭക്തിഗാനങ്ങളൊക്കെ എഴുതും സ്വന്തം താല്പര്യത്തിന്, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവർക്ക് ഇന്ന് ആയില്ല, അതായത് ഇന്ന് സംസാരിക്കുമ്പോൾ നാളെയാണ് തയ്യാറ് ചെയ്യുക ഞാൻ. അപ്പോൾ ഇന്നിവിടെ അന്തരീക്ഷം കുറച്ച് മേഘാവൃതം കാറ്റാവുക കാരണം ദീപാരാധനയ്ക്ക് ഒരു 143 ചെരാത്, അല്ല 123 ചെരാത് കത്തിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതൊന്നും നടന്നില്ല, കാരണം കാറ്റ് എല്ലാം കെടുത്തുക ചെയ്യണത്. പക്ഷേ മനസ്സിൽ ഒരു 10,000 ചെരാത് കത്തിച്ചു എന്ന് ഞാനത് ഭാവിക്കും. അതന്നെ, കാറ്റിന് പുറമേ ഉള്ളതല്ലേ കെടുത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേൾവിക്കാരായിട്ട് നിങ്ങളുടെ ഉള്ളിലും ഒരു ചൈതന്യമുണ്ട്. അത് നിങ്ങൾക്ക്
അതിനെ അന്തര്യാമി അല്ലെങ്കിൽ സർവജീവഗുഹാശയ അല്ലെങ്കിൽ കൂടസ്ഥൻ എന്നുള്ള ടെക്നിക്കാലിറ്റി അറിയില്ലെങ്കിലും എനിക്കറിയാം അതാണ് സത്യം എന്നുള്ളത്. അപ്പോൾ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഈശ്വരൻ അവരവരുടെ ഉള്ളിലുണ്ടെങ്കിൽ 1000 10,000 എന്നൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കടാക്ഷമാത്രത്താൽ ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കുന്ന താമരദള നേത്രനായ ഭഗവാൻ, ഹേ വിതുര, വേദത്താൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന സച്ചിദാനന്ദാത്മസ്വരൂപത്തെ ആത്മസ്വരൂപത്തെ ധരിച്ചുകൊണ്ട് ആത്മാവിനെ ഭക്തനായ കർദമന് കാട്ടിക്കൊടുത്തു. അപ്പോൾ ഭഗവാൻ ആത്മാവിനെ കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ കർദമ പ്രജാപതി ഏത് രൂപത്തിലാണ് അദ്ദേഹത്തിന് തപസ് ചെയ്യുന്നത് ആ രൂപത്ത് കാട്ടിച്ചു കൊടുത്തു എന്നാണ്. ശ്രദ്ധിക്കണം ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. ആത്മാവിനാർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആത്മാവ് ഭഗവാനാണ്. കണ്ണാടിയിൽ നോക്കിയാൽ എന്നല്ലേ കാണുക അല്ലേ? പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അതിനേക്കാൾ അച്യുതനാണ് എല്ലാവരും ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയാലോ. പിന്നെ സംഭ്രമാജനകമായൊരു ജീവിതം വേണ്ട. സംഭ്രമം ഉണ്ടാവില്ല. എന്തിനാ ഭ്രമം? പ്രശ്നമുണ്ട്. സംഭ്രമം വേണ്ട. ഭഗവാൻ എല്ലാവരിലും ഉണ്ട്. ഭഗവാൻ നല്ലത് മാത്രമേ വരുത്തൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു 4 ശ്ലോകം ഒന്നായിട്ട് പോകും. അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തും. കാരണം അപ്പോൾ 9ാമത്തെ ശ്ലോകം. സതം വിരജം അർക്കാഭം സിതപത്മോത്പലസ്രജം സ്നിഗ്ധനീലാളകവ്രാതവക്ത്രാബ്ജം വിരജോ അംബരം. 10. കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോത്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം. 11. വിന്യസ്തചരണാംഭോജം അസംഭോജം അംസദേശേ ഗുരുത്മതാ ദൃഷ്ട്വാ ഘേ അവസ്ഥിതം വക്ഷശ്രിയം കസ്തുഭഗന്ധരം. 12. ജാതഹർഷോ അപതന്മൂർധനാക്ഷിതോലബ്ധമനോരഥ ഗീർഭിസ്ത്വഭൃഗൃണാത് പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി. ഇങ്ങനെ 4 ശ്ലോകങ്ങളാണ്. അതിന് എന്തൊക്കെയാ വാക്കാർത്ഥം ശ്രദ്ധിക്കാം. നിർമ്മലനും സൂര്യനെ പോലെ പ്രഭയോടുകൂടിയവനും. ആ നിർമ്മലൻ എന്ന് പറഞ്ഞാൽ മലമിൽ ചളി പറ്റാത്തവൻ എന്നർത്ഥം. അപ്പോൾ ചളി പറ്റാത്ത മനസ്സുകൊണ്ട് ചളി പറ്റാത്ത പരമാത്മ ചൈതന്യത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എവിടെ ചളി പറ്റരുത്? ചന്തിയിൽ ഇരിക്കണ ഡ്രസ്സിൽ മുണ്ടിലായാലും സാരിയിലാണെങ്കിലും മാക്സിയിലാണെങ്കിലും പ്രശ്നമില്ല. മനസ്സിൽ ചളി പറ്റിയാൽ എല്ലാം മോശം. മനസ്സിൽ ചളി പറ്റരുത്. മനസ്സിൽ ചളി പറ്റിയാൽ പിന്നെ സുസ്മേരവതനാവാൻ പറ്റില്ല. എന്താ സുസ്മേരവതൻ? സദാ ചിർച്ച മുഖത്തോടു കൂടിയിരിക്കുക. അപ്പോൾ നിർമ്മലനും സൂര്യനെ പോലെ പ്രഭയോടുകൂടിയവനും വെളുത്തതും നീലനിറമുള്ളതുമായ താമരദളങ്ങൾ കൊണ്ടുള്ള മാലയോടുകൂടിയവനും മൃദുക്കളും നീലനിറമുള്ളവയുമായ കുറുനിരകൾ മുഖത്താമരയിൽ ഉള്ളവനും. മുഖത്താമര എന്ന് പറഞ്ഞാൽ താമര സദൃശമായ മുഖം എന്നർത്ഥം ഉള്ളവനും നിർമ്മല വസ്ത്രം ധരിച്ചവനും കിരീടം ധരിച്ചവനും കുണ്ടലം ധരിച്ചവനും ശംഖചക്രം ഗദ എന്നിവയെ ധരിച്ചവനും വെള്ളത്താമരപ്പൂവിനെ കളിക്കോപ്പായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നവനും. വെള്ളത്താമരയാണ് കേട്ടോ കയ്യിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നീലത്താമര തളമാണ് കണ്ണ്, ചെന്താമരയാണ് മുഖം. കുറേ പാദങ്ങളോ അതും ചെന്താമരയാണ്. അപ്പോൾ വെള്ളത്താമരപ്പൂവിനെ കളിക്കോപ്പായിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നവനും മനസ്സിന് ആനന്ദം നൽകുന്ന മന്ദഹാസത്തോടും നോട്ടത്തോടും കൂടിയവനും ഗരുഡൻ്റെ കഴുത്തിൽ വയ്ക്കപ്പെട്ട താമരതളം പോലെയുള്ള പാദങ്ങളോട് കൂടിയവനും ആകാശത്തിൽ നിൽക്കുന്നവനും മാറിൽ ശ്രീദേവിയെ ധരിച്ചിരിക്കുന്നവനും കണ്ടത്തിൽ കസ്തുഭമെന്ന രത്നം ധരിച്ചവനുമായ ആ ഭഗവാനെ കണ്ടിട്ട് ആഗ്രഹം സാധിച്ചവനും.
ഭഗവാനെ കണ്ടു. താൻ ആഗ്രഹിക്കുന്ന സ്തുതിക്കുന്ന രൂപത്തിലുള്ള ഭഗവാനെ സ്ഥൂല ശരീരത്തോട് കണ്ടു. അതോടുകൂടി ഐ ആം ദി ബ്ലെസ്ഡ് എന്നുള്ള അവസ്ഥ വന്നു. അല്ലാണ്ട് വല്ലതും ചോദിച്ചുവോ, വല്ലതും കൊടുത്തുവോ? ഇല്ല. ഭഗവത് ദർശനാണ് പ്രധാനം. അപ്പം നിരാകാരനായിരിക്കുന്ന ഭഗവാനെ എല്ലാറ്റിലും കാണാൻ സാധിക്കുക എന്നുള്ളതാണ് സൂപ്പർ ഫൈൻ ഡൂപ്പർ എഫിഷ്യൻസി. എല്ലാറ്റിലും, എറുമ്പിലും. ഇനി വേണമെങ്കിൽ അമേധ്യത്തിലെ കൃമിയിലും ബ്രഹ്മാവിലുള്ള ചൈതന്യം ഒന്നാണെന്ന് ധരിക്കാൻ മാത്രം ഉയരണം നമ്മുടെ ഇൻ്റലിജൻസ്. അപ്പോൾ ആ ഭഗവാനെ കണ്ടിട്ട് ആഗ്രഹം സാധിച്ചവനും സന്തോഷം അനുഭവിച്ചവനുമായിട്ട് ഭൂമിയിൽ ശിരസ് കൊണ്ട് പതിച്ചു, നമസ്കരിച്ചു എന്നർത്ഥം. അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. സ്ത്രീ പുരുഷ ഭേദമില്ലാണ്ട് ഭൂമിയിൽ തലമുട്ടി നമസ്കരിക്കുക. ദണ്ഡ നമസ്കാരം ചെയ്യാം, സ്ത്രീകൾക്കും ചെയ്യാം. പൂജാ റൂമിൽ ആരും മറ്റുള്ളവർ പബ്ലിക് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ചെയ്യാം. എന്നെന്താ, ഈശ്വരൻ പ്രസാദിക്കും. ഭൂമിദേവി ഭൂമിയിലാണല്ലോ നമ്മൾ പ്രസാദിക്കുന്നത്. അപ്പോൾ ഭൂമിദേവിയുടെ ഭർത്താവായിരിക്കുന്ന ശ്രീഹരി നമ്മളെ ആനന്ദിക്കാണ്ടിരിക്കില്ല നമ്മുടെ നമസ്കാരത്തിൽ. അപ്പോൾ ശിരസ് കൊണ്ട് പതിച്ചു. പ്രേമ സ്വഭാവമുള്ള അന്ധക്കരണത്തോടു കൂടിയ കർദമൻ. അപ്പോൾ നമ്മൾ ആരായിരിക്കണം? പ്രേമസ്വരൂപ ഭാവമുള്ള അന്ധക്കരണം. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ നാലും കൂടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. 9495005059 ഇതാണ് എൻ്റെ നമ്പർ. 9495005059. എനി ക്വസ്റ്റ്യൻ അബൌട്ട് ഭാഗവതം. എന്താ കാരണമുണ്ടോ? എനിക്കത് കുറേ കൂടി സെർച്ച് ചെയ്യാനുള്ള സന്ദർഭം കിട്ടും, തിരയാൻ. അപ്പോൾ ഞാൻ നാരായണനോട് പറയും, മകനല്ല, മകൻ്റെ പേര് നാരായണനാണ്, മകളുടെ പേര് നാരായണി എന്നാണ്. സാക്ഷാൽ മന്മഥ എന്ന നാമത്തിന് ഉറവിടമായിട്ടുള്ള ശ്രീമൻ നാരായണനോട് ഞാൻ പറയും, ഇതാ ചിലവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നെ അവരുടെ മുമ്പിൽ കൊച്ചാക്കല്ലേ, ഒന്ന് പറഞ്ഞതാ മാഷേ എന്ന് എൻ്റെ മാഷിനോട് പറയും. ആരാ എൻ്റെ മാഷേ? എൻ്റെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ബ്രഹ്മചൈതന്യം. അപ്പോൾ മറക്കണ ആ പേജിൽ പോയി കൈ വയ്ക്കും എന്നെ. അത് ആരാ എളുപ്പമാക്കി തരുന്നത്? ഭഗവാൻ. മനസ്സിലായോ? അപ്പോൾ അന്ധക്കരണത്തോടു കൂടിയ കർദമൻ അഞ്ജലി ബന്ധിച്ചവനായിട്ട് കൈകൂപ്പിയും കൊണ്ട് വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. വാക്കുകളെ കൊണ്ടല്ലാണ്ട് എങ്ങനെ സ്തുതിക്കുക? അപ്പോൾ ഭഗവാന് നമ്മൾ പുഷ്പാലങ്കാരോ അല്ലെങ്കിൽ പുഷ്പാഭിഷേകമൊന്നും ചെയ്യണ്ട. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ പോലെ ശാന്തസുന്ദരമായ മനസ്സുകൊണ്ട് സ്തുതിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ കനിയാതെ കണ്ടിരിക്കില്ല. ഇനി നമ്മൾക്ക് അതിൻ്റെ എന്താണെന്നാ പറയുക, ഭാവാർത്ഥം നോക്കണം. ആ കർദമ പ്രജാപതി പ്രത്യക്ഷനായി ഭവിച്ച ഭഗവാനെ കണ്ടിട്ട് വർദ്ധിച്ച സന്തോഷത്തോടുകൂടെ ഭഗവത് പാദപത്മത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്ത ശേഷം അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് സ്വസ്ത്രം ചെയ്തു. അല്ലാണ്ട് തല ചൊറിഞ്ഞിട്ട് അല്ല, രണ്ട് കൈയും കൂപ്പിയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ വലയ്ക്കരുതേ എന്ന് പ്രാർത്ഥിക്കന്നെ. പ്രത്യക്ഷമായ ഭഗവത് രൂപത്തിൻ്റെ മഹിമയെ വിവരിക്കണം. പ്രത്യക്ഷമായിട്ട് കർദമൻ കണ്ടത്. കർദമൻ കണ്ടു എന്നുള്ളത് നമുക്ക് വായിക്കാം എന്നല്ലാണ്ട് നമ്മൾക്ക് അങ്ങനെ കാണണമെങ്കിൽ നമ്മളും തപസ് ചെയ്തിരിക്കണം, വേണ്ടേ? അപ്പോൾ രജസംബന്ധമില്ല, സത്വം മാത്രമേ ഉള്ളൂ. ശുദ്ധ സത്വഗുണം. ചിലവർ പറയും ഈ ശുദ്ധ എന്നുള്ളതൊന്നും വേണ്ടാന്ന്. ധ്യാന അവരെ നമസ്കരിക്കും മനസ്സുകൊണ്ട്. അവർക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ട്. എനിക്ക് ഭാഗവതത്തിൽ വ്യാസരെന്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കതിലാ പ്രതിപത്തി. അതെനിക്കിപ്പോൾ അവരോട് പറഞ്ഞിട്ട് കരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ശുദ്ധ സത്വഗുണം മാത്രമേ ഉള്ളൂവെന്ന് ഭക്തന്മാരോട് ഉപദേശിക്കുന്ന മട്ടിൽ നിർമ്മലവും, അതായത് സത്വഗുണം മാത്രമേ ഉള്ളൂവെന്ന് ഭക്തന്മാരോട് ഉപദേശിക്കുന്ന മട്ടിൽ. ആരെ? ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത്രയൊന്നും
ശ്രദ്ധിക്കണില്ല. ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ആഖ്യാനം വായിച്ചാലല്ലേ അറിയുള്ളൂ. അപ്പം നിങ്ങൾ ഒരു വാശിയോട് കൂടിയിട്ട് അടുത്ത വീട്ടിലെ സ്ത്രീ ഭഗവതി ക്ഷേത്രത്തിൽ നാരായണീയം ജപിക്കുന്നുണ്ട്, ഒക്കെ വായിക്കുന്നുണ്ട്, എനിക്കും അതേപോലെ വേണമെന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല. കാരണം വായിക്കാൻ പഠിക്കലല്ല നമ്മുടെ ഉദ്ദേശം. ആഖ്യാനം പഠിച്ച് അതിലുള്ള തത്വശാസ്ത്രങ്ങളെ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോഴാണ് ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളേനൊക്കെ ആലോചനാ ഗൗരവത്തിൽ വിചാരധാരയിൽ കൂടെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. വികാരം കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ നിർമ്മലവും പ്രകാശവും തന്നെയാണ് സ്വരൂപം. നിർമ്മലവും പ്രകാശവും തന്നെയാണ് സ്വരൂപം. ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ വേണ്ടി ആ പ്രകാശത്തെ മൂർത്തിമത്താക്കിയിരിക്കുകയാണെന്ന് സത്യത്തിൽ നിരാകാരനാണ്, ഒരു പ്രകാശമാണ്. പക്ഷെ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ മൂർത്തിഭാവത്തെ സ്വീകരിക്കണമെന്നല്ലാണ്ട് നമ്മൾ മൂർത്തിഭാവത്തിൽ സകാരത്തിൽ പൂജിച്ചിട്ട് കാര്യമില്ല. അതാണ് ഇതിൻ്റെ ടെക്നിക്കാലിറ്റി. അപ്പോൾ തോന്നുവാൻ തക്ക വിധം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും വെള്ളത്താമരദളങ്ങളും ആമ്പൽ ദളങ്ങളും കൂട്ടിച്ചേർത്ത് കെട്ടിയ മാലയെ ധരിച്ചും മിനിപ്പും അതിനീല നിറമുള്ള കുറുനിരകളെ കൊണ്ട് ശോഭിക്കുന്ന മുഖമുള്ളതും അതിശുഭ്രമായ വസ്ത്രത്തെ ധരിച്ചും, അതായത് ഇവിടെ എന്താ ശുഭ്രവസ്ത്രം എന്ന് പറയാൻ കാരണം, ഇത് ഏത് കാലത്താണ് സംഭവിച്ചത്? കൃതയുഗത്തിലാണ്. പ്രമോഷയോ നേരെ മറിച്ച് ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ ഇത് മഞ്ഞപ്പട്ടായി. അപ്പോൾ യുഗത്തിൽ വ്യത്യാസമുണ്ട്, ഭഗവാന്റെ നിറത്തിന് വ്യത്യാസമുണ്ട്, ആടയാഭരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രേഷ്ഠമായ കിരീടം, കുണ്ടലം എന്നീ ആഭരണങ്ങളെയും ശംഖം, ചക്രം, ഗദ എന്നീ ആയുധങ്ങളെയും ധരിച്ചും വെള്ളത്താമര പൂവിനെ ഒരു കളിക്കോപ്പായിട്ട് കയ്യിൽ പിടിച്ചും മനസ്സിനെ ആകർഷിക്കുന്ന മന്ദഹാസ അമൃതത്തിൽ മുങ്ങിയിരിക്കുന്ന കരുണാകടാക്ഷത്തെ ഭക്തന് നേരെ പ്രയോഗിച്ചും ഗരുഡൻ്റെ പുറത്തിരുന്ന് കണ്ഠസ്ഥാനത്തിൽ ചരണകമലത്തെ വെച്ചും മാറിടത്തിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെയും കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കസ്തുഭം എന്ന രത്നത്തിൻ്റെയും ശോഭാതിശയത്തെ വഹിച്ചും കൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ ആ ദിവ്യ മംഗളസ്വരൂപത്തെ കണ്ടപ്പോഴുണ്ടായ പ്രീത്യാതിശയത്തിൽ, സന്തോഷം കൊണ്ട് നിലനിൽക്കാൻ സാധിക്കണില്ല, നിലത്ത് നിൽക്കാൻ സാധിക്കണം. പ്രീത്യാതിശയത്താൽ പ്രസാദിച്ച മനസ്സോടുകൂടി നമസ്കാരം ചെയ്ത ശേഷം ഭഗവാന്റെ അസാധാരണ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. അതാണ് ഈ വിഷ്ണു സഹസ്രനാമം. 1000 നാമങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കലാണ്. 1000 നാമങ്ങളെ കൊണ്ട് 2 നേരം കാലത്തും വൈകുന്നേരം മനസ്സിരുത്തി സ്തുതിക്കാൻ പഠിച്ചാൽ അവന് എല്ലാ യോഗക്ഷേമവും ഭഗവാൻ അത്യന്തം ശോഭനാർഹമായ രീതിയിൽ തരാതെ കണ്ടിരിക്കില്ല എന്ന സത്യവസ്തുവിനെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ബാക്കിയൊക്കെ തനിയെ നന്നായിക്കൊള്ളും എന്നുള്ള ഒരു പരിചയം, ജീവിതാനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും വാശിയോടുകൂടി പറഞ്ഞത്. കേട്ടോ. നമസ്കാരം. നാളെ കാണാം.